അപ്പോൾ ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്നോ ഒമാനാണ്. സ്നോ ഒമാൻ മോൾ ഓഫ് മസ്കറ്റിലെ ഒരു വലിയൊരു സ്ഥലമാണ്. ഇവിടെ ആർട്ടിഫിഷ്യലായിട്ടുള്ള സ്നോ ആണുള്ളത്. ഇവിടെ നമ്മൾ ജാക്കറ്റ് ഇട്ട് നമുക്കിവിടെ കുറേ റൈഡ്സ് ചെയ്യാം, കുറേ കളിക്കാൻ പറ്റും, പിന്നെ ഭയങ്കര ഫണ്ണാണ്. ഓരോ പെൻഗ്വിൻ വാച്ചും ഇവിടെ ഉണ്ട്. പെൻഗ്വിൻ വാച്ച് അല്ലാത്ത ഒത്തിരി ഉണ്ട്. പിന്നെ ഇതേണ്ട ഇവിടെ ഒത്തിരി ആൾക്കാർ സ്കീ ചെയ്യുന്നുണ്ട്, പിന്നെ ഇവിടെ സ്ലൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. ഈവൻ പിള്ളേർക്ക് വരെ പോവാം. പക്ഷേ അവിടെ ഭയങ്കര തണുപ്പാണ്, അപ്പോൾ അവിടെ ജാക്കറ്റ് ഇട്ടിട്ട് പോകണം. ഇത് നമുക്ക് മസ്കറ്റിലാണ് ലൊക്കേഷൻ. മസ്കറ്റിൽ മോൾ ഓഫ് മസ്കറ്റ് എന്ന് പറഞ്ഞ ഒരു മോൾ ഓഫ് ഒമാൻ എന്ന് പറഞ്ഞ ഒരു മസ്കറ്റിലാണ്. മോൾ ഓഫ് ഒമാൻ എന്ന് പറഞ്ഞ മസ്കറ്റിലെ ഒരു മോളിലാണ് ഇത്. സ്നോ ഓഫ് ഒമാൻ എന്ന് പറഞ്ഞ് ഈ ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ള ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ വേണം നിങ്ങൾക്ക് പോവാം. നല്ല രസമാണ്, പക്ഷേ ജാക്കറ്റ് ഇടണം. പിന്നെ ഇവിടെ ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട്, പക്ഷേ അത് മാത്രമല്ല ഇവിടെ വളരെ തണുപ്പുമാണ്. അപ്പം അങ്ങനെ ഇവിടെ അവർ ജാക്കറ്റും ബൂട്ട്സൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. കാരണം ഇവിടെ അത്രയ്ക്കും തണുപ്പായതുകൊണ്ട് അവർ ഒത്തിരി എ സി ഒക്കെ ഇടും. പിന്നെ വളരെ ബിഗ് സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ അവർ ഉള്ള സാധനം ബൂട്ട്സ്, ഗ്ലൗസ്, ജാക്കറ്റ്, സ്കാർഫ് അങ്ങനെ ഒത്തിരി പ്രൊവൈഡ് ചെയ്യും. കാരണം ഇവിടെ നല്ല തണുപ്പാണ്. പോകാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇവിടെ പോകാമെന്നാണ്. അതേ കണ്ടില്ല എന്ത് വലിയ സ്ഥലമാണ്. നമ്മുടെ മേളിലൊക്കെ കണ്ടോ ഗൈസ്, എന്ത് വലിയ സ്ഥലമാണ്. അപ്പോൾ പോകാൻ ഇഷ്ടമുള്ള ആൾക്കാർ മസ്കറ്റ് നിങ്ങൾ എവിടെയെന്ന് താമസിക്കുന്നതാണ്, മോൾ ഓഫ് ഒമാൻ്റെ അടുത്ത് താമസിക്കുന്നതാണെന്നുണ്ട് ഇപ്പം തന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നോളൂ. മോൾ ഓഫ് ഒമാൻ്റെ സ്നോ ഓഫ് ഒമാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പം തന്നെ വന്നോളൂ. കാരണം ഇവിടെ നല്ല ഫണ്ണാണ്. ഫാമിലിയിലൊക്കെ പോകാൻ പറ്റും. വെക്കേഷൻ്റെ ഒക്കെ സമയത്ത് ആർക്ക് വേണമെങ്കിലും പോകാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇതാണ്. ഓരോരുത്തരുടെ അമ്മ പിന്നെ ആൻറ്റി എല്ലാവരും ഇങ്ങനെ ടേൺസ് എടുക്കുവാണ്. അമ്മ അവിടെ ടേൺ എടുക്കുവാണ്. അപ്പം അമ്മ നോക്കുവാണ് ബസ് ഇടാൻ പറ്റും ടേൺ എടുക്കും.
അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് ഞങ്ങളുടെ ബിനോയ് ചാൻ, ഞങ്ങളുടെ റിലേറ്റീവാണ്. ഇവരുടെ വീട്ടിലാണ് താമസിച്ചത്. ഇത് നിഷ ചേച്ചി. വളരെ വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ചു. ഞങ്ങൾ നല്ലൊരു ടൈമാണ് ഇവിടെ സ്പെൻഡ് ചെയ്തത്. ഇവർ രണ്ടുപേരും ഒപ്പം എല്ലാ രീതിയിലും ഞങ്ങളെ ഗൈഡ് ചെയ്തു. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഒപ്പേറ ഹൗസിലാണ്. ഒമാൻ്റെ ഒപ്പേറ ഹൗസ് എന്ന് പറയും. അതിൻ്റെ ഒരു സ്കൈ ബ്രിഡ്ജാണ്. ഒരു സിറ്റിക്കകത്ത് തന്നെ താഴെ കൂടെ ഫുള്ള് വണ്ടി ഓടുന്ന നാഷണൽ ഹൈവേ ആണത്. 4 ലൈൻ റോഡാണ്. അതിൻ്റെ മേളിൽ കൂടെയാണ് ഈ ടണൽ പോലത്തെ ഒരു ബ്രിഡ്ജ് പോയേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഞങ്ങൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. നിഷ ചേച്ചി ഉണ്ടായിരുന്നു. വളരെയധികം സന്തോഷമായിട്ട് ഞങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോയി. ചേച്ചി എല്ലാ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുകയും ഒക്കെ കണ്ടു. ഒത്തിരി സന്തോഷമായി. മോളൊക്കെ നോക്കി. ജോബിനേക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കുറേ അടിപൊളി സ്ഥലങ്ങളൊക്കെ കണ്ട് അവൾ ഒത്തിരി ഹാപ്പിയാണെന്ന്. ഇത് ഒപ്പേറ ഹൗസിൻ്റെ വെളിയിലെ ഇതാണ്, ഗേറ്റ് എൻട്രൻസ് ആണ്. അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെയാണ്. നല്ല വൃത്തിയാണ്. എന്ത് വലിയ ബിൽഡിംഗ് ആണെന്നറിയോ. നല്ല വൃത്തി, നല്ല സ്റ്റോൺസൊക്കെ ഇട്ടുള്ള പടനേക്കുന്ന ഒരു ഇതാണ് ഒപ്പേറ ഹൗസ്. നല്ല രസമുണ്ട്. നല്ല ഒരു ബിൽഡിങ്സാണ് കാണാനൊക്കെ. നല്ല അടിപൊളിയായിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഭയങ്കര വൃത്തിയാണ് ഇവിടെ കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലെ നല്ല ഒരു സ്ഥലമാണ്. പക്ഷെ ഞങ്ങളന്ന് ചെന്ന സമയം ആക്ച്വലി ഇത് അടച്ചു പോയായിരുന്നു. അന്നത്തെ ദിവസം ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ പുറമേ എല്ലാം കണ്ടു. ഉള്ളിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ആകുന്നത്രയും ഞങ്ങൾ അകത്തൊക്കെ ഒന്ന് പോയി കണ്ട് എല്ലായിടത്തും ഒന്ന് കറങ്ങിയിട്ടാണ് വന്നത്. നല്ല രസമാണ്. നല്ല ഡ്രോയിങ്സും നല്ല പിക്ചേഴ്സൊക്കെയാണ് വാളിൽ ഇത് ചെയ്തേക്കുന്നത്. ഭയങ്കര രീതിയിലുള്ള സ്റ്റാച്യൂസ്, ഒരു ഹോഴ്സിൻ്റെ ഒരു സ്റ്റാച്യു പണിതിട്ടേക്കുന്നു. കുറേ സാധനങ്ങളുണ്ട്. പണ്ടത്തെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് കാണാനുണ്ട്. ഒത്തിരി നല്ല നല്ല കാഴ്ചകളുണ്ട് ഇതിനകത്ത് കാണാനായിട്ട്. അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്ത് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് എലിവേറ്റേഴ്സും ലിഫ്റ്റ്, ഒരുപാട് ടെക്നോളജീസാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. കുറേ സ്കൾപ്ചേഴ്സ്, ഒത്തിരി ഇതുണ്ട്, വർക്ക്സ് ഉണ്ട് ഇതിനകത്ത്. കുറേ കളക്ഷൻസ് ഉണ്ട്. എല്ലായിടത്തും ഞങ്ങൾക്ക് ഇതിനകത്ത് കയറാൻ പറ്റിയില്ല, കാരണം ആക്സസ് ഇല്ലായിരുന്നു. അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ആക്സസ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക്, എന്നാലും ഞങ്ങൾ മാക്സിമം എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെല്ലാം ഞങ്ങൾ കയറി ടൈം സ്പെൻഡ് ചെയ്ത് വന്നു. വളരെ സന്തോഷം തോന്നി. പിന്നെ ഞങ്ങളൊരു സ്കൈ ബ്രിഡ്ജിൽ കൂടെയൊക്കെ കയറി അവിടെയൊക്കെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്. ജോബിനേക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലവും. ഈ നല്ലൊരു ഫീലായിരുന്നു അവർക്ക് കിട്ടിയത്. പിന്നെ നൈറ്റിലായപ്പോൾ ഞങ്ങളെ പിന്നെ ഇവിടെ കൊണ്ടുപോയി ബോട്ട് ജെട്ടി, ഹാർബർ, ഹോർമോസ് കപ്പലൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ മത്ര സൂക്ക് എന്ന് പറയും. ഇവിടുത്തെ വലിയൊരു മാർക്കറ്റൊക്കെ ഉണ്ട്. ആക്ച്വലി നൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു, വൈകിപ്പോയി. ഞങ്ങൾ അത്യാവശ്യം കപ്പലും ഈ കാഴ്ചകളൊക്കെ കണ്ടുവച്ചും ഞങ്ങൾ ഈ പോന്നു. കാരണം അടുത്ത ദിവസം വീണ്ടും ഞങ്ങൾക്ക് ഡോൾഫിൻ്റെ ബോട്ട് ഹൗസിന്, മറ്റേ ഡോൾഫിൻ വാച്ചിന് ഞങ്ങൾക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് അധികം സമയമില്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ കണ്ടുവച്ചും ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ട്സൊക്കെ എടുത്ത് കുറച്ച് നല്ല പിക്ചേഴ്സൊക്കെ കിട്ടി. നല്ല അടിപൊളി പിക്സൊക്കെ കിട്ടി. പിന്നെ ഷിപ്പ് വളരെയധികം ഞാൻ കുറേ ശ്രമിച്ചു നല്ല രീതിയിലൊന്ന് സൂം ചെയ്തെടുക്കാനായിട്ട്. ഇത് ഞാൻ പേടിച്ചാണ് എടുത്തത്, കാരണം ഇവിടെ കുറേ ഫോട്ടോ റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്, വീഡിയോഗ്രാഫിയൊക്കെ. എന്നാലും അത്യാവശ്യം ഞാനൊന്ന് എടുത്ത് ട്രൈ ചെയ്ത് മാക്സിമം സൂമൊക്കെ ചെയ്ത് ആകുന്ന അത്രയും നല്ല അടിപൊളിയായിട്ടൊക്കെ എടുത്ത് വിട്ടു. ഇതാണ് ഒരു കടലാണിത്. ഏകദേശം ഇന്നത്തെ കാഴ്ചകളൊക്കെ അവസാനിക്കാറായി. അപ്പോൾ അതിന് മുമ്പേ ആ ഷിപ്പിനെ ഞാനൊന്ന് ഫോക്കസ് ചെയ്ത് എത്രമാത്രം കിട്ടും എന്നൊക്കെ ഒന്ന് ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ജോബിനെ കൊണ്ടൊന്ന് ബീച്ചിലോട്ടൊന്ന് പോകാൻ. ഒരു 10 മിനിറ്റ് ടൈം സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുന്നതായിരിക്കും. ഓൾറെഡി ലേറ്റായി. നമ്മൾ ഒത്തിരി ലേറ്റായിപ്പോയി. ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ബീച്ചിൽ പോയിട്ട് നേരെ നമ്മൾ വീട്ടിൽ പോകുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ബീച്ച് ഇവിടുത്തെ. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. ബൈ.